ഞാൻ പോയി കഴിച്ചത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അവിടെ. എന്താണെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ പോയി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റ് ആയിരുന്നു. എന്താ എന്റെ മസാലയുടെ ടേസ്റ്റ്? എന്താണ് ടേസ്റ്റ് എന്ന് അറിയാവോ? എല്ലാരും തീർച്ചയായിട്ടും ഒന്ന് പോണം കേട്ടോ. ഇന്നത്തോടു കൂടി. എന്താ കണ്ണാ മോനെ, നീ ഒന്ന് ശ്രമിച്ചു നോക്കടാ. മോന് പറ്റുന്നില്ല? അമ്മ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടടാ. എന്നാടാ മോനെ, എല്ലാം ഇതിലുണ്ട്. മോൻ ഇതിൽ നോക്കി പഠിക്കേ. ചാറ്റ് ജിപിടിയോ ഗൂഗിളോ എന്ത് സെർച്ച് ചെയ്ത് എന്തെങ്കിലും പഠിക്കും കൂട്ടാ. ചെല്ലടാ മോനെ, ഉപ്പായ പോയി നീ ശല്യപ്പെടുത്താൻ നിൽക്കണ്ട കേട്ടോ. ഉപ്പ എന്തോ അർജന്റ് മീറ്റിംഗിലാ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സൈനിങ് ഓഫ്, ഈശ്വർസ് ജേർണി ഫ്രം മൻസ. സാറേ ഞാൻ ഇപ്പൊ അയക്കാം. സാർ എത്ര കണ്ടായിരുന്നു ഡേറ്റ്? 48. ആ ഓക്കെ. അത് 2 pack അല്ല? ഓക്കെ സാർ ഇപ്പൊ അയക്കാം. ഓക്കെ. പപ്പ എന്താടാ ചെസ് പഠിപ്പിക്കാമോ? ചെസ്സോ? ഇന്നലെ പറഞ്ഞില്ലേ ചെസ് പഠിപ്പിച്ചു തരാന്ന്. ഞാനിപ്പോ പറഞ്ഞേ ഇന്നലെ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ടൈം എടുത്തിട്ടോ. ഒരപ്പ ചെസ് അല്ലേ? ആ ചെസ് ഡൗൺലോഡ് ആയിട്ടുണ്ട്, പോയി കളിച്ചോ. താങ്ക്സ്. ഇങ്ങനെ കളിക്കണേ? എടാ മോനെ, എല്ലാ ഗൈഡൻസും അതിലുണ്ട്, മുമ്പ് നോക്കോ. എടി, മറ്റേ വീഡിയോ നീ കണ്ടായിരുന്നോ? പൊളിയാണെന്ന് എല്ലാരും പറഞ്ഞെന്ന്. അടുത്ത വീഡിയോ ഇപ്പൊ 6 മണിക്ക് ഇറങ്ങും. ഇച്ചിരി കൂടെ എഡിറ്റ് ചെയ്യാനുണ്ട്. അതൊന്ന് കഴിയുമ്പോഴത്തേന് ഇപ്പോഴായിക്കാ ചായ ചോദിച്ചത്. ഇത് ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ എഡിറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി അയക്കാം കേട്ടോ. ഓക്കെ. എന്താ മോനെ ഇപ്പോഴോടാ? ഇപ്പൊ സമയമില്ലടാ ഊട്ടാ. എന്റെ പൊന്നുമോനല്ലേ, മോൻ പോയി ഗെയിം കളിച്ചോ. അല്ല ഒരു കാര്യം ചെയ്യും, കാർട്ടൂൺ. ഓക്കെ ഓക്കെ ഇന്ന് തന്നെ അയക്കാം. ഓക്കെ. എന്താ ഇത്ര ടെൻഷൻ? കൺസൈൻമെന്റ് ഡിലേ കാരണം ടെൻഷൻ തോന്നിയില്ല. ചായ കുടിക്കാതാലും. എന്തായി നിന്റെ എഡിറ്റിംഗ് ഒക്കെ? ഇന്നത്തോടെ തീർക്കണം. എന്താണേലും ആകെ ഒരു തലവേദന. മോനെ പാച്ചു, മോനെ ചായ എടുത്ത് കുടിക്കടാ. ചായ എടുത്ത് കുടിക്കടാ. ദേ നോക്കിക്കേ, ആ ചായ കൊണ്ടുവച്ചിട്ട് അവനൊന്നും നോക്കിയിട്ട് പോലുമില്ല. അവനൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ നടക്കുന്നതൊന്നും. അതിൽ തന്നെ പാച്ചു ചായ എടുത്ത് കുടിച്ചേ. പാച്ചു ചായ കുടിക്കേ. എപ്പ നോക്കിയാലും ഇതിൽ തന്നെ. ബിസ്ക്കറ്റ് എടുത്തുന്നേ. ഒന്നും അവൻ അറിയുന്നില്ല. എപ്പ ഏതു നേരം ഇതിനകത്ത് തന്നെ. നീ ഇത് തന്നോട്ടെ. ഇവിടെ വെച്ചാ മതി, ഇപ്പൊ നീ കാണണ്ട. ചായ മുഴുവൻ ഇവിടെ മറച്ചോ ചേർക്കാം. നീ പറയണ്ട, പണി ഒപ്പിച്ച് വെച്ചേക്കുന്നത്. എന്താണാക്കിയേ? ടാബിലൊക്കെ തൊട്ടിട്ടെങ്കിലോ? ടാബുകളി ഇപ്പൊ എല്ലാം വലിച്ചെറിഞ്ഞു വരെ തുടങ്ങിയവൻ. നിന്നോടല്ലേ പറഞ്ഞേ പാച്ചു ഇതിപ്പോ എടുക്കരുതെന്ന്. പാച്ചു ഇതിപ്പോ എടുക്കണ്ട. പാച്ചു അവിടെ ഇരിക്കും. പാച്ചു കളിക്കല്ല.
അൻസ അൻസ മോനെ പാച്ചു 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 മോനെ പാച്ചു പാച്ചു നീ പുണ്യടിച്ച് വഷളാക്കിയിരിക്കല്ലേ? പുന്നരിച്ച് വഷളാക്കാനോ? ഞാനോ? എന്നാ പിന്നെ നിങ്ങൾക്കായിക്കൂടെ? എന്ത് പറഞ്ഞാലും ഒരു തറുതലിയും. മോന്റെ കാര്യത്തില് നമുക്ക് തെറ്റുപറ്റിയോ? എവിടാ നമുക്ക് തെറ്റുപറ്റിയേ? എവിടാ തെറ്റുപറ്റിയെന്ന് ഞാൻ പറയാം. പാച്ചുവിനെ അസസ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെർച്വൽ ഓട്ടിസം അഥവാ സ്ക്രീൻ ഡിപ്പെൻഡൻസിയാണ്. ഓട്ടിസം? അവനിതെങ്ങനെ? എന്റെ മോൻ ഓട്ടിസ്റ്റിക് ആണെന്നോ? ടി വി, കമ്പ്യൂട്ടർ, ടാബ്, മൊബൈൽ എന്നിവയുടെ അമിതമായ ഉപയോഗം മൂലം ഒരു കുട്ടിക്കുണ്ടാകുന്ന അവസ്ഥയാണ് വെർച്വൽ ഓട്ടിസം അഥവാ സ്ക്രീൻ ഡിപ്പെൻഡൻസി. ഇത് ജന്മനാ ഉണ്ടാകുന്നതല്ല, ജീവിതശൈലി കൊണ്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഓട്ടിസമാണ്. ഒരു 8 വയസ്സുകാരൻ അവന് കിട്ടുന്ന സാമൂഹിക ഇടപെടലുകൾക്ക് പകരം സ്ക്രീനിലെ ചലിക്കുന്ന ചിത്രങ്ങൾ മാത്രം കണ്ടപ്പോൾ അവൻ അവന്റെ സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങിപ്പോയി. ഞങ്ങളെ ജോലി തിരക്ക് കാരണം അവനൊന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫോൺ നൽകിയത്. നിങ്ങൾ അവന് നൽകിയത് സ്ക്രീനല്ല, ഒരുതരം ഏകാന്തതയാണ്. ഇനി അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു വലിയ പോരാട്ടം തന്നെ വേണ്ടി വരും. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും എൻ്റെ വ്ലോഗുകളൊക്കെ കണ്ടിട്ടുണ്ടാവണം. ഞാൻ അതിലൂടെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു വ്ലോഗറായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരനുഭവം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിച്ച ഞാൻ എൻ്റെ മകൻ്റെ സന്തോഷം അതുമാത്രം കണ്ടില്ല. നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഗാഡ്ജറ്റ്സുകളല്ല, മറിച്ച് നമ്മുടെ വിലപ്പെട്ട സമയമാണ്. ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് ഒരിക്കലും നിങ്ങൾക്കാർക്കും സംഭവിക്കരുത്. നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി നമ്മൾ സംസാരിക്കണം. നമ്മുടെ വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. ഇതൊരു പാച്ചുവിന്റെ മാത്രം കാര്യമല്ല, ഇതേപോലെ ഒരുപാട് പാച്ചുമാർ നിങ്ങളുടെ ഇടയിലുമുണ്ട്. ഇത് കേവലം വാശിയല്ല, നിങ്ങളറിയാതെ നിങ്ങളുടെ കുട്ടിയുടെ തലച്ചോറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങളാണിത്. ഇതിനെ ഞങ്ങൾ ഡിജിറ്റൽ ഡിമെൻഷ്യ അഥവാ വെർച്വൽ ഓട്ടിസം സിംറ്റം എന്ന് പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വിത്തോ ചെടിയോ വളരണമെങ്കിൽ അതിന് കാറ്റും വെള്ളവും വെളിച്ചവും വേണം. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ തലച്ചോറ് വളരണമെങ്കിൽ അവർ നമ്മോട് സംസാരിക്കണം, ചിരിക്കണം, ഓടിക്കളിക്കണം. മൊബൈലിൽ മാത്രം നോക്കിയിരിക്കുന്ന ഒരു കുട്ടി ഒരു വിഗ്രഹം പോലെയാണ്. അവൻ്റെ ചുറ്റുമുള്ളതൊന്നും അവൻ അറിയുന്നില്ല. ഒരുതരം മരവിപ്പ്. ഇതിനെയാണ് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ ഒരു വൺ വേ ട്രാഫിക് പോലെയാണ്. മൊബൈൽ ഫോൺ അവനോട് സംസാരിക്കും, പക്ഷെ അവന് തിരിച്ച് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. മാസങ്ങളോളം ഇങ്ങനെ തുടരുമ്പോൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അവൻ്റെ തലച്ചോറ് മറന്നുപോകും. അതുകൊണ്ടാണ് അവൻ്റെ അമ്മ വിളിച്ചാൽ പോലും അവൻ പ്രതികരിക്കാത്തത്. അവൻ മറ്റൊരു ലോകത്ത് ലോക്ക് ചെയ്യപ്പെടുകയാണ്. അൺസബ്സ്ക്രൈബ് ചെയ്യാൻ ആവാത്ത വിധം.